മായൊരു മുട്ട പപ്സിലെ മുട്ട വരെ തെറിച്ചു പോയെന്ന് എന്തൊക്കെയോ വലുത് പ്ലാൻ ചെയ്ത് ഡോർ തുറന്ന് ഇറങ്ങി വന്നതാ ശുഭം. അതെന്താ ഇടിച്ചാ BMW ആണല്ലോ. ആ ഇടിച്ചു പിടിച്ചൊന്നുമില്ല. വട്ടോട്ട് പിടിച്ചാ KSRTC ആണോ? എന്താ ഓണടിച്ചാലെന്താ എന്താ ഓണടിച്ചാലെന്താ എന്താ ഓണടിക്കണേലെന്താ എന്താ ആംബുലൻസ് ആണോ ആംബുലൻസ് ആണോ എന്താ ആംബുലൻസാ ആംബുലൻസ് ആണോ എവിടെ തട്ടി എവിടെ തട്ടിടാ നീ BMW കൊണ്ട് വന്നു തവിച്ചെടുക്കണോ എവിടെ തട്ടി എടുത്ത് മാറ്റാറുണ്ട് വണ്ടി എന്ത് കോപ്പ് നീ ഓണടിക്കുമ്പോ എന്താ കാണാം നീ എവിടെ തട്ടിയത് അവിടെ കോപ്പില് നീ ഈ 5 സ്റ്റാർ ഡു നത്തിങ്. ഇവൻ പോവാ എന്നാ ഞാനും തിരിച്ച് കാറ് കയറിയേക്കാം. എടുത്ത് പോടേ കോപ്പേ നീ വേറെ എവിടെയും പോയി ചലക്കിട്ടോ എന്താ കളിക്കാ എടുത്തു മാറ്റാറുണ്ട് പോടാറുണ്ട്. അയ്യോ ഇജാതി സീനൊക്കെ പയ്യൻ എന്തോ പറയാനൊക്കെ വന്നിട്ട് ലാസ്റ്റ് മറന്നുപോയി. എന്താണ് നമ്മള് സംസാരിക്കണത് അതിലിപ്പോ മറന്നുപോയി അവൻ. നമ്മൾ എന്ത് ഇറങ്ങി വന്നു വണ്ടി. ബ്രോ ഒരു ന്യൂ പ്രോജക്റ്റ് ആണ്. വേൾഡ്സ് ഫസ്റ്റ് ഫുള്ളി റെസ്പോൺസീവ് AI ഗേൾ ഫ്രണ്ട് IG AI. ജസ്റ്റ് എ ഗേൾ ഫ്രണ്ട് AI. Sorry, baby. I am not your ex to do that. വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കും കേട്ടാ. ഇവിടെ കുറച്ചു പേർക്ക് സന്തോഷമായേ. ആരെങ്കിലും മെസ്സേജ് അയക്കട്ടെ എന്ന് വിചാരിച്ചേ ഇരിക്കണവന്മാരുണ്ട് ഇവിടെ. അവർക്ക് സന്തോഷമായേ. അവർക്ക് കുറച്ചു പേർക്ക് സന്തോഷമായേ. അണ്ണാ ഇത് നോക്കണേ, തുടരും ടീസർ മൈൻക്രാഫ്റ്റ് വെർഷൻ. മൈൻക്രാഫ്റ്റ് ഇവനൊക്കെ എന്തിനിവിടെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോ അയാൾ എവിടുന്നെങ്കിലും കയറി അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? മൈൻക്രാഫ്റ്റിലൊക്കെ ഇത്ര ഉണ്ടാക്കണമെങ്കിൽ എന്ത് പാടായിരിക്കുമല്ലേ. ആ താടി തൊട്ട് കൈ ഞാൻ വെട്ടും. അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. പ്രശ്ന കിളി പോവും. அந்த ആൾക്ക് കാറ് കയ്യിലെ കെട്ടിയാ കിളി പോവും. മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. നൈസറാ, അടിപൊളി. മൈൻക്രാഫ്റ്റിലൊക്കെ ഇത്രയും ചെയ്യാന്ന് പറഞ്ഞാൽ പാടാ. 2025 2012. സ്പീഡ് ഇത്ര വണ്ണം വെച്ചൂടാ. ജിം ഇപ്പൊ ഫുൾ ജിമ്മാന്നളിയാ അവൻ. ആണോ ബൾക്ക് ചെയ്ത് പോടോ ഇത്ര പെട്ടെന്നോ? ആളിയാ ഫുൾ ജിമ്മ് ഡെയിലി 2 ടൈം ബൾക്കിംഗ് ആണോ ഉപയോഗിച്ചത്? പക്ഷെ പുള്ളി എനിക്ക് ആ ഒരു ഫിസിക്കാരൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബൾക്കിംഗ് ആണല്ലേ? കുറച്ച് ലീൻ ആയിട്ടല്ലേ, അതല്ലേ ഇഷ്ടം. എനിക്ക് അതന്നെ ഇഷ്ടം. കുറെ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചതാണ്. എന്നാ താങ്ക് യു സോ മച്ച്. I am pretty sure you don't know this, but you are one of the biggest reason I am still here today. When you played Farmers Valley on Discord, I got curious and I joined your server. I started playing in a free voice chat, and that's where I found some of the most amazing people in my life. They are not just friends; they are my family now. There was really a dark time when no one stood by me, not by family, not by friends. The only people who stayed by my side were them.
The people I met in the voice chat, they never judged me, they never treated me badly, they accepted me like their own brother. Even though we never met in real life, because of you, I found them. Because of them, I found hope. Because of you and them, I still here, still standing. I can thank you enough from my bottom of the heart. Thank you for the unknowingly changing my life. You gave me a chance when I had none. Thank you, brother. That's why we build a community, brother. Thank you so much, bro. Means a lot. ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാം സെറ്റാവും. ഞാൻ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബാഡ് അടിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ കുറേ VC-കളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, താഴെ കുറേ ഈ നിങ്ങൾക്ക് ജനറലിൽ വന്നിരിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഓരോ ഗെയിംസ് കളിക്കാൻ, MNS, വാലറന്റ്, ലയസ് ബാർ എല്ലാം കളിക്കാൻ. അയ്യോ, അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. നോക്കട്ടെ ബ്രോ, യു കോൾ ദിസ് കാർട്ടൂൺ. ഇത് ഏതാ അനിമി? അത് വന്നതാ ശശി മേസ്തിരി. തിരിഞ്ഞൊരുത്തൻ ആരോ ഒരുത്ത് ഓടിപ്പോണത് കണ്ടിട്ട് എനിക്കങ്ങനെ അറിയാൻ പറ്റും. ഞാൻ ഈ അനിമി ഒന്നും കാണാറൊന്നുമില്ല. പാട്ട് അണ്ണാ, ഞാൻ വരച്ചത് ഒരു 3D എഫക്റ്റ് ആർട്ട് വർക്കാണ്. എങ്ങനെയുണ്ടെന്ന് പറയാമോ? 3D എഫക്റ്റ് ലിപ്സ് കണ്ടോ? കിടിലം കിടിലം. ശ്രീ വർഷങ്ങൾക്കപ്പുറത്ത് ആരോ വിളിച്ചതുപോലെ മഴയെ സ്നേഹിച്ച് കൂടെ മടക്കി പിടിച്ച് വഴിനീള മഴ നനഞ്ഞ പഴയ 2 കുട്ടികളെ ഓർമ്മയുണ്ടോ? എവിടെയോ കണ്ട പോലെ. കട്ടുന്നില്ലേ? എന്നോട് പറയുന്ന ഗുരുവായൂരില്ല പോയ റീൽസ് എടുക്കാൻ. വിളിച്ചു നോക്ക്. ഇല്ല, ഇത് അവളൊന്നും അല്ല. പോടാ, ഇത് അവളല്ല. ഇത് ആംഗിൾ വ്യത്യാസം. ആംഗിൾ മാറ്റുമ്പം മറ്റു സൈഡ് എനിക്ക് സ്ട്രീം ചെയ്തേ പറ്റുള്ളൂ. അണ്ണാ, കമ്പൈൻ ചെയ്ത് വരച്ചാണ്. എങ്ങനെയുണ്ട്? അവിടെ മറ്റേ റെസ്ലിംഗൊക്കെ ഐസടാ. ഐസടാ, കിടലം കിടലം കിടലം. കൊള്ളാം. ഗെയിമർ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് കളിച്ചിരിക്കേണ്ട 5 സ്റ്റോറി ഗെയിംസ്. ഡിട്രോയിറ്റ് ബിക്കം ഹ്യൂമൻ. ഇതൊരു ഇന്ററാക്റ്റീവ് ഡ്രാമ അഡ്വഞ്ചർ ഗെയിമാണ്. മനുഷ്യരെ പോലെ കഷ്ടപ്പെടുന്ന ആൻഡ്രോയിഡുകളുടെ കഥ പറയുന്ന ഒരു ഗെയിം. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അനുസരിച്ചിരിക്കും ഈ ഗെയിം മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യും. അതായത് മൾട്ടിപ്പിൾ എൻഡിങ്സ് ഉണ്ട് ഈ ഗെയിമിന്. നമ്മൾ ഓരോന്നും പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ എൻഡിങ് നമുക്ക് കിട്ടും. അൺചാർട്ടഡ് 4 എ തീവ്സ് എൻഡ്. ഇതൊരു ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ്. വൺ ലാസ്റ്റ് റൈഡ് എന്നുള്ള രീതിയിൽ ഈ ഗെയിം ഓരോ സീക്രട്സ് കണ്ടെത്തുന്നതിനൊപ്പം പസിൽസും ട്രാപ്പുകളും ഒക്കെ ഉള്ള ഗെയിമാണ്. ഗോഡ് ഓഫ് വാർ ഒരു ആക്ഷൻ RPG അഡ്വഞ്ചർ
ഗെയിമാണ്. പേരുള്ള പോലെ തന്നെ ഗോഡ് ഓഫ് വാർ ആയിട്ടുള്ള ക്രേറ്റോസ് പുള്ളിന്റെ മകന്റെ കൂടെ നോസിയൻ മിത്തോളജിയിലുള്ള ഗോഡ്സിന്റെ റെൽമിൽ നടത്തുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ ഗെയിമിലുള്ളത്. ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 1 ഇതൊരു സോംബി ഹൊറർ ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ്. ഒരു പോസ്റ്റ് എപ്പോക്കലിപ്റ്റിക് ഇറയില് സോംബി ഇൻഫെക്ഷൻ കാരണം തകർന്ന മനുഷ്യരുടെ കഥ പറയുന്ന ഒരു ഗെയിമാണിത്. ഈ ഒരു ഗെയിം അത്രയും സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ സീരീസ് ലാസ്റ്റ് ഓഫ് അസ് സ്ട്രീംസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? എന്റെ അമ്മ എന്ത് രസമായിരുന്നല്ലേ, എത്ര സ്ട്രീമുകളായിരുന്നു എന്റെ അമ്മോ. TV ഷോ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണാം. അതിനോടൊരു കാര്യത്തിൽ മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ, കാസ്റ്റിംഗ്. നമ്മൾ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ഈ ഗെയിം ഇല്ലാതെ പിന്നെ എന്ത് ടോപ്പ് 5 ലിസ്റ്റ് അല്ല. യെസ്, നമ്പർ 1 റെഡ് ഡെഡ് റിഡംപ്ഷൻ 2. ഈ ഗെയിമിൽ നിങ്ങൾ ആർതർ മോർഗനായിട്ടാണ് കളിക്കുന്നത്. പലരും പറയും ഇത് ബോറിംഗ് ആണ്, ഓവർ റേറ്റഡ് ആണ്, ലാഗ് ആണെന്നൊക്കെ. കുറച്ച് ടൈം എടുക്കും, കുറച്ച് ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അടിപൊളിയാണ് ആർതർ മോർഗൻ പുള്ളിന്റെ ആ ഒരു വേൾഡ് എന്നുള്ളത്. റോക്ക് സ്റ്റാർ ഇതുവരെ ചെയ്തതിലെ അവരുടെ ദി ബെസ്റ്റ് വർക്കാണ് RDR 2 ഉം RDR 1 ഉം. RDR 1 പലരും മറന്നു പോകാറുണ്ട്, പക്ഷെ അതും കിട്ടുന്നതാണ്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ലിസ്റ്റാണ്. ഈ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള എടാ അപ്പൊ ഞാൻ RDR 1 ഉം RDR 2 ഉം തമ്മിൽ സ്റ്റോറി കണ്ടിന്യൂഷൻ ഒന്നും ഇല്ലേ ബ്രോ? only believe in 2-step verification. Call it a challenge, it's nothing to me. Make it look easy, it's hard to believe. Look in the mirror, that's how I compete. Now I gotta tell you, you're not in my league. Whoa, I don't ever wanna fit in, I'ma stand out. And I never was given no hand out. Everything that I wanna do, ain't nobody for me, I gotta move. Give me no lessons, I don't wanna hear them. You mad at my shoes, you don't know how I'm feeling. I've been at the top, but I don't got a ceiling. My circle is small, they don't need your opinion. I never will follow, I'm born to be leading. I put in the work in the regular season. I'm balling up. സ്റ്റാമിന അയ്യോ ശരിയാ, എന്നാലും ആ പ്രായത്തിലല്ലേ. പോലീസുകാരുടെ കുടുംബത്തിൽ കയറി തന്നെ നിനക്ക് ഉണ്ടാക്കണം. ഈ ജോർജ് സാർ ആരാന്നറിയാമോ? സംസ്കാരമില്ലാതൊക്കെ എന്താ ആണത് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യണല്ലേ. എടാ ചിക്കു, നീ എന്തിനാ എന്നോട് കളിക്കാൻ വരാത്തെ? എടാ പരിപാടി മതി, ഊണ് മതി. ഇനി വന്നേക്കാണ് ഊണ് എന്റെ അടുത്തേക്ക് മൈലി. എന്താ രഘുലേ ബോയ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഡ്രസ് ചെയ്ത് എന്റെ ഇടയിൽ കൂടെ 177 what the fuck. ഗോവ ഹൈവേ അല്ലേ ഇത്? ഗോവ ഹൈവേ ആണോ ഇത്? തമിഴ്നാടൊക്കെ പോകുമ്പോ ഫുൾ ഈ സാധനം വെച്ചിരിക്കുന്നത് കാണാം. വാട്ട് ആർ ദീസ് പീപ്പിൾ ലുക്കിംഗ് അറ്റ്? മോസ്റ്റ് വാണ്ടഡ് അല്ലേ? NFS മോസ്റ്റ് വാണ്ടഡ് അല്ലേ? ഓർമ്മയുണ്ടോ ആ സീന്? അയ്യോ, ഞാൻ ഫസ്റ്റ് കളിച്ച ഗെയിം കളിക്കാം. ഞാൻ ആദ്യമായിട്ട് ഒരു കാർ റേസിംഗ് ഗെയിം കളിക്കണമെന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് എന്റെ ഒരു കൂട്ടുകാരന്റെ PC-ക്കകത്ത് എന്റെ അമ്മ കേരള ബ്ലാസ്റ്റേഴ്സ്. ഞാൻ ആകെ കണ്ടോണ്ടിരുന്ന ഒരു ഫുട്ബോൾ ലീഗ് എന്ന് പറഞ്ഞ ഇതാണ്, മനസ്സിലായ? ISL. മൂന്നാം തവണ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫൈനലിൽ ഈ പുള്ളിയുടെ പേരെന്താ? ലൂണ. ലൂണ. ഓക്കെ.
എടാ ഇത് അതുപോലെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ചെന്നൈ FC-ലാന്ന് തോന്നുന്നു ഒരു പിരിഞ്ഞ മുടിയൊക്കെ ഉള്ള കുറച്ച് മസ്കുലർ ആയിട്ട് ബോഡി ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ. പുള്ളിയുടെ പേരെന്തായിരുന്നു? ഒരു പിരിഞ്ഞ മുടിയൊക്കെ ഉള്ള മെൻഡോസ് എന്താ? അത് തന്നെ. ഞാൻ അതൊക്കെ ആ സമയത്തൊക്കെ ഇരുന്ന് കാണുമായിരുന്നു കേട്ടോ. ഇത് ആ സമയത്തൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. എന്റെ കൂട്ടുകാരന്മാരെല്ലാം ഇരുന്ന് ഇത് കാണുന്ന സമയത്ത് ഞാൻ ഇരുന്ന് കാണുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇത് പറയുമ്പോ ആ സമയത്ത് പുള്ളിയുടെ ഇത് കാണാൻ ഭയങ്കര രസമായിരുന്നു.